പാലകൻ പ്രേക്ഷകരെ ഏവർക്കും ക്രിസ്മസിന് മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്ന ദിനങ്ങളാണിത്. ഏത് സ്ഥലത്തും ക്രിസ്മസ് നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ക്രിസ്മസ് കരോളുകൾ ആരംഭിച്ചിരിക്കുന്നു. പുൽക്കൂടുകൾ തീർക്കുവാനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഈ അവസരത്തിൽ ഈശോയ്ക്ക് പിറക്കുവാനായിട്ട് നമ്മുടെ മനസ്സുകളെയും നമ്മുടെ ഭവനങ്ങളെയും എപ്രകാരം ഒരുക്കി എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അലക്സാണ്ടർ പോപ്പ് പറഞ്ഞു, 1000 പ്രാവശ്യം 1000 പുൽക്കൂടുകളിൽ ഉണ്ണിയേശു പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പിറക്കുന്നില്ല എങ്കിൽ ആ ക്രിസ്മസ് കൊണ്ട് അർത്ഥമുണ്ടാവില്ല എന്ന്. ഈശോ ആദ്യം പിറക്കേണ്ടത് എൻ്റെ മനസ്സിലാണ്, പിന്നെ എൻ്റെ കുടുംബത്തിലും. മനസ്സിലേക്കും കുടുംബത്തിലേക്കും ഈശോയ്ക്ക് പിറന്നു വരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാകണം. എൻ്റെ മനസ്സിനെ ഈശോയ്ക്ക് അനുരൂപമായി രൂപപ്പെടുത്തിയെടുക്കണം. അതിന് ഏറ്റവും പ്രധാനമായും എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള നല്ല മനോഭാവം, നല്ല മനസ്സ് എനിക്കുണ്ടാകണം എന്നാണ്. പഴയ നിയമത്തിലെ ജോസഫിൻ്റെ മനോഭാവമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. സഹോദരന്മാർ ധാന്യത്തിന് വേണ്ടി ഈജിപ്തിൽ എത്തിച്ചേരുമ്പോൾ ജോസഫ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ 20 വെള്ളിക്കാശിന് വിറ്റ ജോസഫാണ് ഞാൻ. നിങ്ങളെന്നോട് ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല അത് ചെയ്തത്, ദൈവമാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അതെന്നെ പൊട്ടക്കിണറ്റിൽ ഇട്ടതും 20 വെള്ളിക്കാശിന് വിറ്റതുമൊക്കെ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. നിങ്ങൾ എന്നോട് അന്ന് ഇതൊക്കെ ചെയ്തതുകൊണ്ടല്ലേ ഈ ഈജിപ്തിൽ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചത്, ഇവിടെ അധികാരിയാകാൻ സാധിച്ചത്. നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവം മുൻകൂട്ടി എന്നെ അയച്ചതാണ്. അതുകൊണ്ട് ജോസഫ് ആദ്യം ജനിച്ച മകന് പേരിട്ടു മനാസെ എന്ന്. മകനെ നീ മറക്കൂ. രണ്ടാമത്തെ മകന് പേരിട്ടു എഫ്രായിം, ദൈവകൃപ, സന്തോഷം, സമാധാനം. ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ എഫ്രായിം മനാസെ അനുഭവമാണ്. ഈ എബ്രാഹിം മനാസെ അനുഭവത്തിൽ നിന്നുകൊണ്ട് എമ്മാനുവേൽ അനുഭവത്തിലേക്ക് കടന്നു വരണം. ദൈവം നമ്മോടുകൂടെ എല്ലാവരോടും ക്ഷമിക്കുവാനും പൊറുക്കുവാനും സാധിക്കുന്ന ഒരു മനസ്സ് രൂപപ്പെടുമ്പോൾ മാത്രമേ എമ്മാനുവേൽ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. എമ്മാനുവേൽ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെപ്പോലെ ആയിത്തീരുവാൻ ആഗ്രഹിച്ച മനുഷ്യനോട് ഞാൻ നിന്നെപ്പോലെയാണ് എന്ന് പഠിപ്പിക്കുന്ന അനുഭവമാണ്. ഈശോ മനുഷ്യനായി അവതരിച്ചുകൊണ്ട് മനുഷ്യരിൽ ഒരാളായി തീർന്നുകൊണ്ട് നിന്നെപ്പോലെ ആയിത്തീരുന്നു. ആ യേശു ആദ്യം ആശംസിക്കുന്നത് സമാധാനമാണ്. മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നല്ല മനസ്സുണ്ടായാലേ യേശു അനുഭവം ഉണ്ടാവുകയുള്ളൂ, എമ്മാനുവേൽ അനുഭവം ഉണ്ടാവുകയുള്ളൂ. എങ്കിലെല്ലാവരോടും ക്ഷമിക്കുവാനും പൊറുക്കുവാനും സാധിക്കുന്ന ഒരു മനോഭാവമായിരിക്കണം ഈ ആഗമന കാലത്തിൽ നാം രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. ബാഹ്യമായിട്ടുള്ള ആഘോഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ വരുമ്പോൾ എൻ്റെ മനസ്സിനെ ക്ഷമിക്കുന്ന മനോഭാവത്തിലേക്ക്, എബ്രാഹിം മനാസെ അനുഭവത്തിലേക്ക്, എമ്മാനുവേൽ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയാണെങ്കിൽ ഈ തിരുനാൾ, ഈ ക്രിസ്മസ് അർത്ഥവത്തായി തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്ന ഈ നാളുകളിൽ ഈ രക്ഷയുടെ അനുഭവം ഉണ്ടാകണം. എങ്കിൽ ഈ എഫ്രായിം മനാസെ ഇമ്മാനുവേൽ അനുഭവം നമുക്ക് യാഥാർത്ഥ്യമായി തീരണം. എല്ലാവരെയും സ്നേഹിക്കുന്ന മനോഭാവം ഉണ്ടാകണം. ഈ ഒരുക്കത്തിൻ്റെ നാളുകളിൽ ആരോടെങ്കിലും വിദ്വേഷമോ പകയോ ഉണ്ടെങ്കിൽ അവരോട് രമ്യതപ്പെട്, അവരോട് ക്ഷമിക്കാൻ തയ്യാറാകുക. അപ്പോൾ ദൈവപുത്രൻ നമ്മിൽ ജനിക്കും. ഇമ്മാനുവേൽ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. എൻ്റെ ഹൃദയത്തിൽ ഉണ്ണിയേശു പിറക്കും, എൻ്റെ കുടുംബത്തിൽ ഉണ്ണിയേശു പിറക്കും. അത് എൻ്റെ ജീവിതത്തിൽ സന്തോഷമായി, സമാധാനമായി മാറും. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു.